ഗൈസ്, അപ്പൊ നമ്മളിന്ന് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പിന് വന്നതാണ്. ആക്ച്വലി ഇത് എവിടെയാണ്? അരിക്കൽ വാട്ടർഫോൾസിലാണ് നമ്മൾ അരീക്കൽ വാട്ടർഫോൾസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, സത്യം പറഞ്ഞാൽ യാതൊരു പ്ലാനും ഇല്ലാണ്ട് പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ടാണ് ഞങ്ങൾ അരിക്കലിലേക്ക് പോയത്. ഏകദേശം 1.5-2 മണിക്കൂർ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ട്രിപ്പ് തുടങ്ങി. ഞങ്ങൾ പോയപ്പോൾ ദൈവം സഹായിച്ച് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ 5 കിലോമീറ്റർ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവസാനം അരീക്കലെത്തി കേട്ടോ. നമ്മൾ വിചാരിച്ചു ഭയങ്കര തിരക്കൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ദൈവം സഹായിച്ച് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഫൈനലി നമ്മളവിടെ എത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് നേരം നമ്മൾ ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. കുഞ്ഞിച്ചിറക്കനെ കുറച്ച് കാറ്റ് കൊള്ളിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ വേഗം തന്നെ എടുത്തട്ടോ. മിന്നുമോളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാനം നോക്കി നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. ഹരിതവും പച്ചപ്പൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് വിശപ്പിൻ്റെ വിളി വന്നോട്ടോ. ഞങ്ങൾ ആക്ച്വലി വീട്ടിൽ നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഔട്ട് സൈഡ് കഴിക്കാതെ തന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുട്ടികൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടോ. ലൂക്കാച്ചനും ബേബിച്ചിയാണെന്നുണ്ടെങ്കിൽ കിട്ടിയ അവസരം പാഴാക്കാതെ തന്നെ അവിടെ ഓടിക്കളിക്കുമായിരുന്നു. വെള്ളമില്ലാത്തതുകൊണ്ട് വള്ളംകളി മാറ്റി വെച്ചു എന്ന് പറഞ്ഞ പോലെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. നമ്മൾ വന്നപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ അടച്ചിട്ടേക്കാം. അപ്പോൾ നമ്മൾ വിചാരിച്ചു നേരെ തന്നെ ഇവിടെ ബേർഡ്സ് പാർക്ക് ഉണ്ട്, അവിടെ പോകുന്നത്. വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ട് വെള്ളം കാണാൻ പറ്റാണ്ട് പക്ഷി വളർത്തൽ കേന്ദ്രത്തിലേക്കാണ് കേട്ടോ ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്. മഴയുണ്ടെങ്കിലും വെള്ളമില്ല എന്ന് പറഞ്ഞ് അവരത് അടച്ചിട്ടേക്കായിരുന്നു. പിന്നെ നമ്മൾ നേരെ തന്നെ ബേർഡ്സിൻ്റെ സ്ഥലത്തൊക്കെ കയറിയിട്ടോ. അമ്മ ആദ്യം തന്നെ വലതുകാല് വെച്ചുള്ളിലേക്ക് കയറി. മിന്നുമോളാണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് പകുതിയൊക്കെയായിരുന്നു വന്നത്. ധൈര്യത്തിന് ഞാനും മുമ്പിലാടാ എന്ന് പറഞ്ഞിട്ട് ലൂക്കാച്ചൻ പിന്നെ കയറിയിട്ടോ. ലൂക്കാച്ചനാണെന്നുണ്ടെങ്കിൽ പറയണ്ട, പക്ഷികളെടുത്ത് കൊടുക്കാത്തതുകൊണ്ട് ഭയങ്കര വഴക്കായിരുന്നു. വേവിച്ചിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. പക്ഷികളെയൊക്കെ കണ്ടപ്പോൾ അമ്മച്ചി എന്നുള്ള നിലവിളി ശബ്ദം ഇട്ടുണ്ട്. ശില്പയൊക്കെ ആദ്യം ചാടി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇവളെങ്ങനെ ഒരു നഴ്സായെന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഇത്ര പേടിയുള്ളൊരു മനുഷ്യ സ്ത്രീ. മോട്ടിവേറ്റർ മിന്നു ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മിന്നുവിൻ്റെ മോട്ടിവേഷനൊന്നും ശില്പ മേമ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം എറണാകുളത്തുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബേബിച്ച് പിന്നെ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴുവായിരുന്നു കേട്ടോ. ഭയങ്കര തുള്ളിച്ചാട്ടം മോട്ടോ ആയിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് മിന്നുമോളാണെങ്കിൽ പേടിച്ച് കിറങ്ങിയാണ് കേട്ടോ നിന്നത്. അതിൻ്റെ ഇടയ്ക്ക് ധൈര്യശാലിയായി ലൂക്ക വന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടുണ്ടായിരുന്നു. എന്താ ചേച്ചി എനിക്ക് തരാത്തേന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വൈബായിരുന്നു കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പിള്ളേർ സെറ്റൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അന്തോണിച്ച് പിന്നെ ഒന്നും അറിയാൻ പാടില്ലാതെ നല്ല ഉറക്കമായിരുന്നു. നമ്മളെ കൂടാതെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നേ നമ്മുടെ കൂടെ തന്നെ. എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഉള്ളിലെ പേടി എന്നെ അതിനനുവദിച്ചില്ല. ഇത്രയും കാര്യങ്ങളിവിടെ നടക്കുമ്പോൾ ഇവരെങ്ങനെ പുറത്ത് പോയെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. ബേർഡ്സൊക്കെ ഇങ്ങനെ എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ കറങ്ങി നടക്കണം കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ചുറ്റും കറങ്ങി നടക്കും. എനിക്കിത് ഫസ്റ്റ് ടൈം ആയത് കാരണം കൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് തന്നെയായിരുന്നു. അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പൊതുവെ അമ്മയ്ക്ക് യാത്ര പോകാൻ ഭയങ്കര മടിയാണ്. നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അമ്മ ഞാനില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. ഇതൊന്നും അറിയാതെ പാവം നമ്മുടെ അന്തോണിച്ച നല്ല ഉറക്കവും കൂടിയായിരുന്നു. പിന്നെ നമ്മൾ നേരെ തന്നെ താഴത്തേക്ക് പോകുന്നുണ്ട്. താഴത്തേക്ക് പോരുന്നതിന് മുമ്പുള്ള വ്യൂ ആണിത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. താഴെ വന്നപ്പോൾ തന്നെ അവർ ഇതുപോലെ ഡിജിറ്റലായിട്ടുള്ളൊരു സംഭവമൊക്കെ കാണിച്ചു തന്നു. എന്താണെന്ന് ആക്ച്വലി എനിക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു. മിന്നുമോൾ സെലക്ട് ചെയ്തത് എന്തോ അഡ്വഞ്ചറിൻ്റെ എന്തോ ആയ സംഭവം തന്നെയായിരുന്നു. ലൂക്കാച്ചനെടുത്തത് അണ്ടർ വാട്ടർ ആയിരുന്നു. അതെനിക്കും ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാക്ക് ടു ഹോം നമ്മുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. ട്രിപ്പിന് വരില്ല എന്ന് പറഞ്ഞ അമ്മ തന്നെയാണ് കേട്ടോ അവിടുന്ന് പോരാൻ ഒരുപാട് മടിച്ചത്. കാരണം അത്രയും നല്ല രസമായിരുന്നു. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയിട്ട് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ല. ഒരു ദിവസം കൂടി അവിടെ ഒന്ന് പോകണം എന്നാണ് ആഗ്രഹം. അപ്പോഴേ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തോ, വേണമെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്തോ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.